ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന ചാപ്റ്ററാണ് ഇതിൽ ആദ്യം പരിചയപ്പെടുന്നത്. അതിൽ ഏറ്റവും ആദ്യം നോക്കാനായിട്ടുള്ളത് സെമിനിഫറസ് ട്യൂബിൾ. അതിലെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ മെയിൽ ജേം സെൽസ്, സെർട്ടോളി സെൽസ്, ഇൻ്റർസ്റ്റീഷ്യൽ സെൽസ് ഓർ ലൈഡിക് സെൽസ്. മെയിൽ ജേം സെൽസ് സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സെർട്ടോളി സെൽസ് ജേം സെൽസിന് ന്യൂട്രീഷൻ കൊടുക്കുന്നു. ലൈഡിക് സെൽസ് ടെസ്റ്റിക്കുലർ ഹോർമോൺ ആൻഡ്രജൻ സെക്രീറ്റ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ അതിൽ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുപോലെ മെയിൽ ആക്സസറി ഡക്ട്സ് എന്ന് പറഞ്ഞാൽ ഏതെല്ലാമാണ്? റെറ്റ്യൂടെസ്റ്റിസ്, വാസ് എഫറൻഷ്യ, എപ്പിഡിഡൈമിസ്, വാസ് ഡെഫറൻസ്. ഈ 4 ഡക്ട്സ് അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള ക്രമം മനസ്സിലാക്കി വെക്കേണ്ടതാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ മെയിൽ ആക്സസറി ഗ്ലാൻസ്, 3 പ്രധാനപ്പെട്ട ഗ്ലാൻസ്. അതിൽ പെയേർഡ് ഗ്ലാൻസ് എന്ന് പറയുന്നത് സെമിനൽ വെസിക്കിൾ, ബൾബോ യുറേത്രൽ ഗ്ലാൻസ്. മറ്റൊന്നും കൂടിയും പെയേർഡ് അല്ലാത്തത് പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ്, അതും പ്രത്യേകം അതിൽ ശ്രദ്ധിക്കണം. മറ്റൊന്ന് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനിൽ ഫീമെയിൽ ആക്സസറി ഡക്ട്സ് എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായും ഓവിഡക്സ്, യൂട്രസ്, വജൈന തുടങ്ങിയത് വരുന്നു. അതിൽ ഓവിഡക്സിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ചോദിക്കാറുള്ളതാണ്. ഫണൽ ഷേപ്പ്ഡ് ഇൻഫണ്ടിബുലം, ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ, ഫിംബ്രിയെ, വൈഡർ പാർട്ട് ഓഫ് ഓവിഡക്റ്റ്, ആംബുല. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. നെക്സ്റ്റ് മമ്മറി ഗ്ലാൻസ്. അതിൽ പ്രത്യേകമായിട്ട് ഒരു സീക്വൻസ് ചോദിക്കാറുണ്ട്. അതായത് മമ്മറി ലോബ്സ്, അതിൽ അൽവിയോളയിൽ പ്രധാനമായിട്ടും മിൽക്ക് സെക്രീറ്റ് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നതായിട്ട് കാണാം. അൽവിയോളൈ, മമ്മറി ഡക്റ്റ്, മമ്മറി ആംബുലെ, ലാക്റ്റിഫറസ് ഡക്റ്റ്. ഈ ഒരു ക്രമം, സീക്വൻസ് പ്രത്യേകം ശ്രദ്ധിക്കണം. അൽവിയോളൈ, മമ്മറി ഡക്റ്റ്, മെമ്മറി ആംബുല, ലാക്റ്റിഫറസ് ഡക്റ്റ്, ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. ഗാമിറ്റോജെനസിസിൽ ആദ്യം സ്പെർമറ്റോജെനസിസ്. അവിടെ സ്പെർമറ്റോസോവയുണ്ടാകുന്ന ആ പിക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പെർമറ്റോഗോണിയം, പ്രൈമറി സ്പെർമറ്റോസൈറ്റ്, സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്, സ്പെർമാറ്റിഡ്, സ്പെർമറ്റോസോവ. സ്പെർമറ്റോജെനസിസ് വളരെ പ്രധാനപ്പെട്ട ഒരു ഹെഡിങ് ആണ്. ഇതിൽ സ്പെർമാറ്റിഡ്സ് സ്പെർമറ്റോസോവയായിട്ട് മാറുന്നതിനെ സ്പെർമിയോജെനസിസ് എന്നാണ് പറയുന്നത്. മറ്റൊന്ന് ഊജെനസിസിൻ്റെ പിക്ചറാണ്. അതിൽ പ്രൈമറി ഊസൈറ്റും സെക്കൻഡറി ഊസൈറ്റും അതുപോലെ തന്നെ പോളാർ ബോഡീസ് ഉണ്ടാകുന്നതും പ്രത്യേകം പിക്ചർ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ ലുട്ടിനൈസിങ് ഹോർമോണിൻ്റെയും ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെയും ഇമ്പോർട്ടൻസ്. ലുട്ടിനൈസിങ് ഹോർമോൺ LH ലൈഡിക് സെൽസിൽ ആക്ട് ചെയ്യുകയും അങ്ങനെ ആൻഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇത് സ്പെർമറ്റോജെനസിസിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് FSH സെർട്ടോളി സെൽസിലാണ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെ അതിൻ്റെ സെക്രീഷൻസ് സ്പെർമിയോജെനസിസിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതും മനസ്സിലാക്കണം. ഒരു സ്പേമിൻ്റെ പിക്ചർ കൊടുത്ത് ലേബൽ ചെയ്യാനായിട്ട് ചോദിക്കും. അതിൽ പ്രധാനം ഹെഡ്, നെക്ക്, മിഡിൽ പീസ്, ടെയിൽ. എങ്കിലും ഇതിൽ ആക്രോസോം, ന്യൂക്ലിയസ് തുടങ്ങിയ ഭാഗങ്ങൾ പ്രത്യേകമായിട്ട് ലേബൽ ചെയ്യാനായിട്ട് വരാറുണ്ട്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നെക്സ്റ്റ് ഒരു ഓവറിയുടെ സെക്ഷണൽ വ്യൂ ആണ് കൊടുക്കാറുള്ളത്. അതിൽ നിന്നും പ്രൈമറി ഫൊള്ളിക്കിൾ, ടെറിഷറി ഫൊള്ളിക്കിൾ, ഗ്രാഫിയൻ ഫൊള്ളിക്കിൾ, ഓവം റിലീസ് ചെയ്യുന്ന ഭാഗം, മറ്റൊന്ന് കോർപ്പസ് ലുട്ടിയം. ഈ കാര്യങ്ങൾ അതിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊന്ന് മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ പോലെ കൊടുക്കാറുണ്ട്. അതിൽ പ്രധാനമായിട്ടും 4 ഫേസുകളാണ്: മെൻസ്ട്രൽ ഫേസ്, ഫോളിക്കുലാർ ഫേസ്, ഓവുലേറ്ററി ഫേസ്, ലുട്ടിയൽ ഫേസ്. ഇത് ഏതൊക്കെ സ്ഥാനങ്ങളിലാണ് വരുന്നത് എന്നുള്ളത് പ്രത്യേകം പിക്ചർ നോക്കി മനസ്സിലാക്കണം. കൂടാതെ ഓവറിയൻ ഹോർമോൺസ് ആയിട്ടുള്ള പ്രൊഗസ്റ്ററോൺ, ഈസ്ട്രജൻ ഇതിൻ്റെ സ്ഥാനവും പിറ്റ്യൂട്ടറി ഹോർമോൺ ആയിട്ടുള്ള FSH, LH
തുടങ്ങിയവയും എവിടെയാണ് വരുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ഓവറിയൻ ഇവൻറ്റ്സ്, ഫുള്ളിക്കിളിൻ്റെ ഡെവലപ്മെൻറ്റ്, മെച്ചുവർ ഫുള്ളിക്കിൽ നിന്ന് ഓവം റിലീസ് ചെയ്യുന്ന ആ ഡേ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ കോർപ്പസ് ലുട്ടിയം ഉണ്ടാകുന്നത്, ഇത്രയും പിക്ചേഴ്സ് അതിൽ മനസ്സിലാക്കി വെക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഫെർട്ടിലൈസേഷൻ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത് സ്പേംസ് എഗ് സെല്ലുമായി ഫ്യൂഷൻ നടക്കുന്ന ഭാഗം ഇസ്മിക് ആംബുലറി ജംഗ്ഷൻ എന്നുള്ളതാണ്. അവിടെയാണ് സൈഗോട്ട് ഫോം ചെയ്യുന്നത്. അതുപോലെ ഒരു ഓവം, അതിൻ്റെ 3 ലെയറുകൾ, ഏറ്റവും ഇന്നറിൽ പെരി വൈറ്റ് ലൈൻ സ്പേസാണ്. നെക്സ്റ്റ് സോണ പെലിസുര, ഔട്ടർമോസ്റ്റ് ലെയർ കൊറോണ റേഡിയേറ്റ. ഈ പിക്ചേഴ്സും ലേബൽ ചെയ്യാനായിട്ട് വരാറുണ്ട്. സെക്സ് ഓഫ് ചൈൽഡ് ഈസ് ഡിറ്റർമിൻഡ് ബൈ മാൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് വരാറുള്ളതാണ്. കാരണം 50% സ്പേംസ് ക്യാരി എക്സ് ക്രോമസോം, വൈൽ അതർ 50% ക്യാരി വൈ ക്രോമസോം. ഇത്തരം ഗാമേറ്റുകളാണ് എഗ് സെല്ലുമായിട്ട് ഫ്യൂഷൻ നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഒരു ചൈൽഡിൻ്റെ സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത് മെയിൽ പാർട്ട്ണർ എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതും ഇതിൽ ശ്രദ്ധിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സൈഗോട്ട് ഡിഫറൻറ്റ് സ്റ്റേജസ് ആയിട്ട് മാറുന്ന ആ ഒരു കാര്യം. അതായത് സൈഗോട്ടിൽ മൈറ്റോട്ടിക് സെൽ ഡിവിഷൻ നടക്കുന്നു, ഡോട്ടർ സെൽസ് ഫോം ചെയ്യുന്നു, ബ്ലാസ്റ്റോമിയേഴ്സ് എന്നാണ് അതിനെ വിളിക്കുന്നത്. 8 to 16 സെൽഡ് ബ്ലാസ്റ്റോമിയേഴ്സിനെ മോറുല എന്ന് പറയും. മോറുല തുടർന്ന് ഡിവൈഡ് ചെയ്ത് അത് എംബ്രിയോ ഡെവലപ്മെൻറ്റിലേക്ക് നീങ്ങുകയാണ്. അങ്ങനെ ഒരു ബ്ലാസ്റ്റോസൈറ്റിൽ ഏറ്റവും പുറമെയുള്ള ലെയറിനെ ട്രോഫോബ്ലാസ്റ്റ് എന്നും, ഗ്രൂപ്പ് ഓഫ് സെൽസ് കാണുന്നു, അതിനെ ഇന്നർ സെൽ മാസ് എന്നും പറയുന്നു. ഇതിലെ എൻഡോമെട്രിയത്തിൽ ബൈൻഡ് ചെയ്യുന്നത് ട്രോഫോബ്ലാസ്റ്റ് എന്ന് പറയുന്ന ലെയറാണ്. ഇതിനെ ഇംപ്ലാന്റേഷൻ എന്നാണ് വിളിക്കുന്നത്. ഫസ്റ്റ് ഇനീഷ്യൽ ഡേയ്സ് ഓഫ് ലാക്ടേഷനിൽ പ്രത്യേകമായിട്ടുള്ളൊരു പദാർത്ഥമുണ്ട്, കൊളസ്ട്രം എന്നാണ് അതിനെ വിളിക്കുന്നത്. അതിൽ ധാരാളം ആൻറ്റിബോഡീസ് പ്രസൻ്റാണ്. ഇമ്മ്യൂണിറ്റി ന്യൂ ബോൺ ബേബീസിന് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതും ഇതിൽ മനസ്സിലാക്കേണ്ടതാണ്. ഇത്തരം കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പ്രത്യേകമായി ശ്രദ്ധിക്കാനായിട്ടുള്ളത്. അതിൽ പിക്ചേഴ്സ് പ്രത്യേകമായിട്ട് നോക്കണം. പിക്ചേഴ്സ് ലേബൽ ചെയ്യാനാണ് സാധാരണ ചോദിക്കാറുള്ളത്. അതുപോലെ ആക്സസറി ഡക്ട്സ്, മമ്മറി ഗ്ലാൻസുമായി ബന്ധപ്പെട്ട ഡക്ട്സ്, ഇതെല്ലാം ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക.